അമ്മേ, രമാമായി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ തന്നെ അച്ഛനത് സഹിക്കാൻ പറ്റുന്നില്ല. അതെ മോളെ, കൂടപ്പിറപ്പുകളല്ലേ, ആ സ്നേഹം കാണാതിരിക്കില്ലല്ലോ. രക്ഷപ്പെടാൻ വഴിയില്ലെന്നാ ഡോക്ടർമാര് പറയുന്നത്. എന്തോ കൂടിയ വിഷാണത്രേ. ഈ അവസ്ഥയില് അമ്മായിക്ക് എന്തേലും സംഭവിച്ചു പോയാ അച്ഛൻ വിഷമിക്കണ്ട. എന്തു വന്നാലും സഹിച്ചല്ലേ പറ്റൂ. മനുഷ്യന്റെ കാര്യല്ലേ ഭദ്രേട്ട, ഏത് നിമിഷവും എന്തു സംഭവിക്കുമെന്ന് കരുതി അങ്ങ് ജീവിക്കണം. ഏത് നിമിഷവും എന്തും സംഭവിക്കും. അത് കേൾക്കാൻ കാതോർത്തിരിക്കുക ഞാൻ. കുഞ്ഞോള് ചത്ത പിന്നെ കുഞ്ഞോളുടെ ഭാഗത്തുള്ള ഒരേ ഒരാള് ഞാനാ. ഭദ്ര വീട്ടുകാർ വേലക്കാരിയുടെ സഹായത്തോടെ കുഞ്ഞോളെ തട്ടി. ജയരാമനടിയനെയും ആ ചന്ദ്രലേഖയും ഐശ്വര്യയെയും സീതയെയും ചിന്നുവിനെയും ഇതിന് ജയരാമന്റെ അമ്മ ആ പാരട്ട കിളവിയെ വരെ ഞാൻ ജയിലിൽ കയറ്റും. നിങ്ങൾ ഈ വീട്ടിലുള്ള എല്ലാവരും ജയിലിൽ കയറ്റിയ ഇവളുടെ അർജുന്റെയും കല്യാണം നടത്തണ്ടേ മനുഷ്യ? അച്ഛാ, ഈ ജയിലിൽ വെച്ചിട്ടുള്ള കല്യാണം ഒന്നും വർക്ക്ഔട്ട് ആവുമെന്ന് തോന്നുന്നില്ല. അതിന് മഹിയെ അർജുനെ ഒന്നും നമ്മൾ ജയിലിൽ കയറ്റുന്നില്ലല്ലോ. അവരെ പ്രതിയാക്കാതിരിക്കാൻ നമ്മൾ അവരുടെ മുമ്പിൽ ചില ഡിമാൻഡുകളൊക്കെ വയ്ക്കും. അതിലൊന്നാണ് നീയും അർജുനും തമ്മിലുള്ള കല്യാണം. പിന്നെ രമാദേവിയുടെ അളവറ്റ സ്വത്തിന്റെയും സമ്പത്തിന്റെയൊക്കെ ഉടമ ഈ ഭദ്രനാ. മോളെ അനസൂയെ, നിന്നെ ഞാനേ ഈ രമാനിലയത്തിലെ രാജകുമാരിയാക്കും. നിന്നെ ഈ കൊട്ടാരത്തിലെ മഹാറാണിയാക്കും. നീലിമ മഹാറാണി. ഒരു നിലവിളക്ക് തിരിയിട്ട് ഒരുക്കി വയ്ക്ക്. കെട്ടിയെടുക്കുമ്പോഴേ രമാദേവിയുടെ തലയ്ക്കൽ വയ്ക്കാൻ.